നമസ്കാരം. ഈ ഒരു ക്ലാസ്സിൽ UGC നെറ്റിന് വന്നിട്ടുള്ള പുരാണം എന്നുള്ള ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചില ചോദ്യങ്ങളും, അതുപോലെ PSCയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യവും, പിന്നെ PSCയിലെ വൃത്തത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യവുമാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം: അവ്യാകൃത ഗുണക്ഷോഭാത് മഹതസ്ത്രിവൃതോഹമഃ ഭൂതമാത്രേന്ദ്രിയാർത്ഥാനാം സംഭവഃ ഡാഷ് ഉച്യത്തെ. അത്ര റിക്തസ്ഥാനായ സമുചിതം പദം ചിനുത. ഓപ്ഷൻസ്: വംശഃ, സർഗഃ, പ്രതിസർഗഃ, വംശാനുചരിതം. അതായത് ഈ ഒരു ശ്ലോകം ഭാഗവതത്തിൽ പറയണതാണ്. അത് സർഗത്തിനെ പറ്റി പറയണതാണ്. അപ്പോൾ ഇവിടെ ഉത്തരം സർഗമാണ്. അവ്യാകൃത ഗുണക്ഷോഭാത് മഹതസ്ത്രിവൃതോഹമഃ ഭൂതമാത്രേന്ദ്രിയാർത്ഥാനാം സംഭവ സർഗ ഉച്യത്തെ എന്നാണ് ഉത്തരം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അസ്യായം താവദഭിപ്രായഃ യത് യഥാ മൂലപ്രകൃതിലീനഃ ഗുണഃ ക്ഷുബ്ധോ ഭവതി തഥാ തസ്യാഹ മൂലപ്രകൃതേഃ മഹത്വത്വസ്യ മൂലപ്രകൃതിയിൽ ലീനമായിട്ടുള്ള ഗുണം ക്ഷുബ്ധമാകുമ്പോൾ മൂലപ്രകൃതിയിൽ നിന്ന് മഹത്വത്വമുണ്ടാകുന്നു. തസ്മാത് സത്വരജസ്തമോ ഗുണാനാം അഹങ്കാര ഉത്പദ്യത്തെ. അതിൽ നിന്ന് അഹങ്കാരം ഉണ്ടാകുന്നു. തത്തോ ത്രിവിധേഭ്യോ അഹങ്കാരേഭ്യ. 3 തരത്തിലുള്ള അഹങ്കാരത്തിൽ നിന്ന് പഞ്ചതന്മാത്രാണി ഉണ്ടാകുന്നു. പഞ്ചതന്മാത്രാണി ഏകാദശേന്ദ്രിയാണി പഞ്ചമഹാഭൂതാനി. പഞ്ചതന്മാത്രകളും ഏകാദശ ഇന്ദ്രിയങ്ങളും പഞ്ചമഹാഭൂതങ്ങളും ഉണ്ടാകുന്നു അഹങ്കാരത്തിൽ നിന്ന്. അയം ഉത്പത്തിക്രമ ഏവ സർഗ ഇത്യുച്യത്തെ. ഈ ഉത്പത്തിക്രമത്തിനെയാണ് സർഗം, പ്രപഞ്ച സൃഷ്ടിയെ പറ്റി പറയണം, സർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ സർഗം എന്നതാണ്. അപ്പോൾ ഇതേപോലെ പ്രതിസർഗ, ഇത് ഭാഗവതത്തിൽ പറയുന്ന ശ്ലോകമാണെന്ന് പറഞ്ഞു. ഇനി പ്രതിസർഗം എന്ന് പറഞ്ഞാൽ പ്രളയം പുനഃ സൃഷ്ടി എന്ന് പറയും, അല്ലെങ്കിൽ പ്രളയം എന്ന് പറയും. സർഗസ്യ വിപരീത പ്രളയ പ്രതിസർഗോവ. പ്രളയം എന്നർത്ഥം പ്രതിസർഗത്തിന്. വിഷ്ണുപുരാണേ പ്രതിസർഗസ്യ സ്ഥാനെ പ്രതിസഞ്ചര ശബ്ദസ്യ പ്രയോഗ പരിലക്ഷ്യത്തെ. വിഷ്ണുപുരാണത്തിൽ പ്രതിസർഗം എന്ന സ്ഥാനത്ത് പ്രതിസഞ്ചരം എന്നാണ് പറയുന്നത്, വാക്ക് മാറ്റി പ്രയോഗിക്കുന്നു. ഭാഗവതത്തിലാകട്ടെ സംസ്ഥ എന്നുള്ള ശബ്ദമാണ് ഈ പ്രതിസർഗത്തിന് പകരം പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, നൈമിത്തിക പ്രാകൃതികോ നിത്യ ആത്യന്തികോ ലയഃ സംസ്ഥിതി കവിഭിഃ പ്രോക്ത ചതുർധാസ്യ സ്വഭാവതഃ. ഭാഗവതത്തിൽ പറയാണ്, നൈമിത്തിക പ്രാകൃതികോ നിത്യ ആത്യന്തികോ ലയഃ സംസ്ഥേതി കവിഭിഃ പ്രോക്ത ചതുർധാസ്യ സ്വഭാവത. അതായത് ഇതിൻ്റെ അർത്ഥം, ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ പ്രളയം എന്ന് പറയുന്നത് 4 തരത്തിലാണ്. നൈമിത്തിക, പ്രാകൃതിക, നിത്യം, ആത്യന്തിക. ഇങ്ങനെ 4 തരത്തിലാണ് പ്രളയമുള്ളത്. നൈമിത്തിക, പ്രാകൃതിക, നിത്യം, ആത്യന്തിക എന്ന്. അപ്പോൾ പ്രതിസർഗം അഥവാ പ്രളയത്തിന് വിഷ്ണുപുരാണത്തിൽ പ്രതിസഞ്ചരം എന്നാണ് പറയണതെന്ന് വെച്ചാൽ ഭാഗവതത്തിൽ സംസ്ഥ എന്നാണ് പറയണത്. അടുത്ത എന്താണ്? വംശഃ. പുരാണ ലക്ഷണവുമായി ബന്ധപ്പെട്ട ചോദ്യമാണല്ലോ അത്. അപ്പോൾ വംശഃ രാജ്ഞാം ബ്രഹ്മപ്രസൂതാനാം വംശസ്ത്രൈകാലികോന്വയഃ എന്ന് പറയുന്നു. ഭാഗവതത്തിൽ രാജ്ഞാം ബ്രഹ്മപ്രസൂതാനാം വംശസ്ത്രൈകാലികോന്വയഃ. അർത്ഥാത് സർവേഷാം രാജ്ഞാം ഭൂതഭവിഷ്യ വർത്തമാനകാലികീ സന്താന പരമ്പര വംശനാംന അഭിധീയത്തെ. വംശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ രാജാക്കന്മാരുടെയും ഭാവി വർത്തമാന കാലത്തിലുള്ള സന്താന പരമ്പരകളെ പറ്റി പറയണതാണ് വംശം എന്ന് പറയുന്നത്. ഇനി അടുത്തത് മന്വന്തരം. സൃഷ്ടേഹേ വിഭിന്നാനാം കാലമാനാനാം ദ്യോതകമേതത് മന്വന്തരം 14 മന്വന്തരാണി സന്തി ഭാഗവതേ അസ്യ ലക്ഷണം യഥാ. അതായത് 14 മന്വന്തരങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒരു കൽപ്പത്തിൽ 14 മനുക്കളുണ്ട്, 14 മന്വന്തരങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ലക്ഷണം ഭാഗവതത്തിൽ ഇങ്ങനെയാണ് പറയണത്.
മന്വന്തരം മനുർദേവ മനുപുത്രാഃ സുരേശ്വരഃ ഋഷയോംശാവതാരാശ്ച ഹരേ ഷഡ്വിധമുച്യത്തെ എന്ന്. മന്വന്തരം മനുർദേവ മനുപുത്രാഃ സുരേശ്വരഃ ഋഷയോംശാവതാരാശ്ച ഹരേ ഷഡ്വിധമുച്യത്തെ എന്ന്. അർത്ഥാത് മനുദേവത മനുപുത്ര ഇന്ദ്ര സപ്തർഷി ഭഗവദംശാശ്ച ഇത്യാദിഭിഃ യുക്തഃ സമയഃ മന്വന്തരം ഇത്യുച്യത്തെ. ഇനി അടുത്തത് വംശാനുചരിതം. വംശാനുചരിതം തേഷാം വൃത്തം വംശധരാശ്ച യേ. വംശാനുചരിതം തേഷാം വൃത്തം വംശധരാശ്ച യേ എന്ന് ഭാഗവതത്തിൽ പറയുന്നു. അർത്ഥാത് യത്ര വംശോത്പന്നാനാം തഥാ ച മൂലപുരുഷരാജാനാം വർണ്ണനം സമുപലഭ്യത്തെ തത് വംശാനുചരിതം ഇത്യുച്യത്തെ. രാജാക്കന്മാരുടെ വർണ്ണനങ്ങൾ. അടുത്തത് വിസർഗഃ. യേന പ്രകാരേണ ഏകസ്മാത് ബീജാദപരസ്യ ബീജസ്യോത്പത്തിർഭവതി തഥൈവ ഏകസ്മാത് ജീവാദപരസ്യ ജീവസ്യ സൃഷ്ടിർഭവതി. പരമേശ്വരസ്യ അനുഗ്രഹാത് ബ്രഹ്മ ചരാചരശരീരാത്മകോപാധിവിശിഷ്ടജീവം സൃജതി. ഇയമേവ പ്രക്രിയ വിസർഗ ഇത്യുച്യത്തെ. തദുക്തം പുരുഷാനുഗൃഹീതാനാമേതേഷാം വാസനാമയഃ വിസർഗോയം സമാഹാരോ ബീജാത് ബീജം ചരാചരം. ഇത് വിസർഗം. ഇനി വൃത്തിഹി. വൃത്തിഹി എന്ന് പറഞ്ഞാൽ മാനവഃ സ്വജീവന നിർവാഹാർത്ഥം യേഷാം വസ്തൂനാമുപയോഗം കരോതി തത്സർവം വൃത്തിരുച്യത്തെ. തദുക്തം വൃത്തിർഭൂതാനി ഭൂതാനാം ചരാണാമചരാണി ച കൃതാ സ്വേന നൃണാം തത്ര കാമാച്ചോദനയാപി വാ എന്ന് വൃത്തിയുടെ പറയുന്നു. അതായത് മനുഷ്യൻ തൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിക്കുന്നു അതിനെ വൃത്തി എന്ന് പറയുന്നു. അടുത്തത് രക്ഷ. ഭഗവത്ഗീതായാം ഉക്തമസ്തി യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അത്രൈവമവധേയം യത് വിശ്വഹിതായ ജഗതഃ രക്ഷാർത്ഥം ദുഷ്ടദലനാർത്ഥം ഭഗവതഃ അവതാരലീല ഭവതി. അയമേവ ലീലാവിലാസഃ രക്ഷായാः അന്തർഗതോ ഭവതി. ഭാഗവതേ ഉക്തമസ്തി യത്. അതായത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ അവതരിക്കുക. അപ്പോൾ ഭാഗവതത്തിലെ രക്ഷയെ പറ്റി എന്താ പറയണത്? അച്യുതാവതാരേഹ വിശ്വസ്യാനുയുഗേ യുഗേ തിര്യങ് മർത്യർഷി ദേവേഷു ഹന്യന്തേ യൈസ്ത്രയീദ്വിഷഃ എന്ന്. ഇനി ഹേതുഃ. ഹേതുശബ്ദാത് ജീവസ്യ ഗ്രഹണം ഭവതി. അയം ജീവഃ സംസാരസൃഷ്ടേഃ കാരണം സ്വാദൃഷ്ടബലേന വിശ്വസൃഷ്ടേസ്തഥാ പ്രളയസ്യ കാരണത്വേന അയം പരിചീയത്തെ. അയം അവിദ്യാകർമ്മകാരക ഇത്യുച്യത്തെ. ചൈതന്യസ്യ പ്രാധാന്യാത് കേചിത് തമനുശയീ സാക്ഷി തഥാ ച ഉപാധിപ്രാധാന്യാദപരേ അവ്യാകൃതമിതി പ്രാഹുഃ. ഭാഗവതത്തിൽ ഹേതുവിനെ പറയണത്, ഹേതു ശബ്ദം കൊണ്ട് ജീവൻ എന്ന് അർത്ഥം എടുക്കണം. ഹേതുർജീവോസ്യ സർഗാദേരവിദ്യാകർമ്മകാരകഃ തം ചാനുശയിനം പ്രാഹുരവ്യാകൃതമുദാപരേ എന്ന്. ഇനി 10ാമത്തെ അപാശ്രയഃ. അപാശ്രയഃ ജീവസ്യ തിസ്രോ വൃത്തയഃ സന്തി യഥാ ജാഗ്രദവസ്ഥ സ്വപ്നാവസ്ഥ സുഷുപ്ത്യവസ്ഥ ച. ഏതാസു തിസൃഷു അവസ്ഥാസു ചൈതന്യം നിവസതി. തത്ര ജാഗ്രദവസ്ഥായാം ചൈതന്യം വിശ്വനാംന, സ്വപ്നാവസ്ഥായാം തൈജസനാംന, സുഷുപ്ത്യവസ്ഥായാം ച തൈജസനാംന അഭിധീയത്തെ. ഏതാസു മായാമയവൃത്തിഷു സാക്ഷിരൂപേണ തുരീയതത്വരൂപേണ വാ യല്ലക്ഷ്യത്തെ തദേവ ബ്രഹ്മ അത്ര അപാശ്രയ ഇതി ശബ്ദേന പ്രോച്യത്തെ. അപാശ്രയം എന്നതുകൊണ്ട് ബ്രഹ്മം എന്ന് മനസ്സിലാക്കണം. അതിനെപ്പറ്റി ഭാഗവതത്തിൽ ഇങ്ങനെ പറയുന്നു. വ്യതിരേകാന്വയോ യസ്യ ജാഗ്രത് സ്വപ്നസുഷുപ്തിഷു മായാമയേഷു തദ് ബ്രഹ്മ ജീവവൃത്തിഷ്വപാശ്രയ എന്ന്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞത് പുരാണത്തിൻ്റെ 10 ലക്ഷണങ്ങളെ വെച്ചിട്ട് ആണ്.
സർഗശ്ചാധ വിസർഗശ്ച വൃത്തി രക്ഷാന്തരാണി ച വംശോ വംശാനുചരിതം സംസ്ഥാ ഹേതുരപാശ്രയ എന്നുള്ള ലക്ഷണത്തെ വെച്ചിട്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഡാഷ് ഇട്ടിട്ട് പൂരിപ്പിക്കാൻ പറയുന്നിടത്ത് സർഗഹ എന്നാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ശ്രീമദ് ഭാഗവതോക്ത പുരാണസ്യ ദശലക്ഷണേഷു അന്തർഭവതി. തൊട്ട് മുൻപത്തെ ചോദ്യം അതുമായി ബന്ധപ്പെട്ട് തന്നെ ഭാഗവതത്തിൽ പറയുന്ന 10 പുരാണ ലക്ഷണങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ എന്തായിരുന്നു ആ ലക്ഷണങ്ങൾ? സർഗശ്ചാധ വിസർഗശ്ച വൃത്തി രക്ഷാന്തരാണി ച വംശോ വംശാനുചരിതം സംസ്ഥാ ഹേതുരപാശ്രയ എന്നാണ് ഭാഗവതത്തിലെ പുരാണത്തിൻ്റെ ലക്ഷണം പറയുന്നത്. അപ്പോൾ സർഗഹ അത് ഈ ഓപ്ഷനുകളിലില്ല, വിസർഗഹ അതുമില്ല, വൃത്തി വൃത്തിയുണ്ട് അപ്പോൾ ബി, രക്ഷാന്തരാണി രക്ഷയില്ല, അന്തരാണി ഇല്ല, വംശഃ ഇല്ല, വംശാനുചരിതം ഇല്ല, സംസ്ഥയുണ്ട് ഡി, ഹേതു ഉണ്ട് എ, അപാശ്രയ ഇല്ല. അപ്പോൾ ഹേതു വൃത്തി സംസ്ഥ ഇതാണ് ഭാഗവതത്തിൽ പറയുന്ന പുരാണ ദശലക്ഷണത്തിൽ പെടുന്നത്. എ ബി ഡി ഓപ്ഷൻ 2. ഇനി അടുത്ത ചോദ്യം നോക്കാം. പുരാണോക്തസ്യ പ്രാകൃത സർഗസ്യ ഭേദത്രയം ചിനുത. പുരാണത്തിൽ പറയുന്ന പ്രാകൃത സർഗത്തിൻ്റെ ഭേദത്രയങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അതായത് സർഗം പുരാണത്തിൽ 2 തരത്തിൽ പറയുന്നു, പ്രാകൃത സർഗം, വൈകൃത സർഗം. അതിൽ പ്രാകൃത സർഗത്തിൽ പെടുന്നതാണ് ബ്രഹ്മസർഗം, ഭൂതസർഗം, വൈകാരിക സർഗം. അപ്പോൾ ഇവിടെ പ്രാകൃത സർഗത്തിൽ പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ബ്രഹ്മസർഗം സി, പിന്നെ ഭൂതസർഗം എ, വൈകാരിക സർഗം ബി. അപ്പോൾ എ ബി സി ഓപ്ഷൻ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഗീതായാഃ അധ്യായക്രമേണ പ്രതിപാദിത യോഗാൻ ക്രമേണ യോജയത. ഗീതയുടെ അധ്യായക്രമത്തിൽ വരുന്ന എന്താ പറയുക ക്രമത്തിൽ എഴുതാനാണ്. അപ്പോൾ ഗീതയിൽ 18 അധ്യായങ്ങളുണ്ട്. എന്തൊക്കെയാണ് അധ്യായങ്ങളുടെ പേരുകൾ? അർജുന വിഷാദയോഗ, സാഖ്യയോഗ, കർമ്മയോഗ, ജ്ഞാനകർമ്മസന്യാസയോഗ, കർമ്മസന്യാസയോഗ, ധ്യാനയോഗ, ജ്ഞാനവിജ്ഞാനയോഗ, അക്ഷരബ്രഹ്മയോഗ, രാജവിദ്യാ രാജഗുഹ്യയോഗ, വിഭൂതി വിസ്താരയോഗ, വിശ്വരൂപദർശനയോഗ, ഭക്തിയോഗ, ക്ഷേത്രജ്ഞ വിഭാഗയോഗ, ഗുണത്രയ വിഭാഗയോഗ, പുരുഷോത്തമയോഗ, ദൈവാസുര സമ്പദ് വിഭാഗയോഗ, ശ്രദ്ധാത്രയ വിഭാഗയോഗ, മോക്ഷസന്യാസയോഗ. ഇതാണ് ഗീതയിലെ 18 അധ്യായങ്ങൾ. അപ്പോൾ ആദ്യത്തെ അർജുന വിഷാദയോഗ അത് ഇതിലില്ല. രണ്ടാമത്തെ സാഖ്യയോഗ അതുമില്ല. കർമ്മയോഗ അതുമില്ല. ജ്ഞാനകർമ്മസന്യാസയോഗ അതുമില്ല. കർമ്മസന്യാസയോഗ അതുമില്ല. 6-ാമത്തെ അധ്യായം ധ്യാനയോഗ അതുമില്ല. 7-ാമത്തെ ജ്ഞാനവിജ്ഞാനയോഗ അതുമില്ല. 8-ാമത്തെ അക്ഷരബ്രഹ്മയോഗ അതുമില്ല. 9-ാമത്തെ രാജവിദ്യ രാജഗുഹ്യയോഗ അതുമില്ല. 10-ാമത്തെ വിഭൂതി വിസ്താരയോഗ അതുമില്ല. 11 വിശ്വരൂപദർശനയോഗ അതുമില്ല. 12 ഭക്തിയോഗ. അപ്പോൾ അതുണ്ട് ഭക്തിയോഗ. അപ്പോൾ ഇതിൽ 1-ാമത്തെ ബി ആണ് ഭക്തിയോഗ. അപ്പോൾ ബി ആദ്യത്തെ ആയിട്ട് വരണ ഓപ്ഷൻ 2 മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കിത് കിട്ടും. ഇനി 13-ാമത്തെ ക്ഷേത്രജ്ഞ വിഭാഗയോഗ. അപ്പോൾ അടുത്തത് സി ക്ഷേത്രജ്ഞ വിഭാഗയോഗ. 14-ാം അധ്യായം ഗുണത്രയ വിഭാഗയോഗ. അപ്പോൾ ഓപ്ഷൻ ഡി ഗുണത്രയ വിഭാഗയോഗ. 15-ാമത്തെ പുരുഷോത്തമയോഗ. അപ്പോൾ ഓപ്ഷൻ എ
പുരുഷോത്തമയോഗ. 16 ദൈവാസുരസമ്പദ് വിഭാഗയോഗ. അപ്പോൾ ഓപ്ഷൻ ഇ ദൈവാസുരസമ്പദ് വിഭാഗയോഗ എന്ന് കിട്ടുന്നു. അപ്പോൾ അതായത് 12, 13, 14, 15, 16 ഈ അധ്യായങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ അധ്യായങ്ങളുടെ പേരുകൾ ഓർഡറിൽ പഠിച്ചിരിക്കുകയാണെങ്കിൽ ഇത് എഴുതാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം നോക്കാം. മഹാഭാരത പർവാണി യഥാക്രമം യോജയത. മഹാഭാരതത്തിൻ്റെ പർവ്വങ്ങളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ക്രമത്തിൽ എഴുതാൻ പറയുകയാണെങ്കിൽ നമുക്ക് ആ പർവ്വങ്ങളുടെ പേര് കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാൽ എഴുതാൻ പറ്റും. ആ പർവ്വങ്ങൾ ഇതൊക്കെയാണ്: ആദിപർവ, സഭാപർവ, അരണ്യകപർവ, വിരാടപർവ, ഉദ്യോഗപർവ, ഭീഷ്മപർവ, ദ്രോണപർവ, കർണപർവ, ശല്യപർവ, സൗപ്തികപർവ, സ്ത്രീപർവ, ശാന്തിപർവ, അനുശാസനപർവ, അശ്വമേധികപർവ, ആശ്രമവാസപർവ, മൗസലപർവ, മഹാപ്രസ്ഥാനിക പർവ, ഹരിവംശപർവ. ഇങ്ങനെ 18 പർവ്വങ്ങളാണ് മഹാഭാരതത്തിലുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പർവ്വം ആദിപർവം ഇതിലില്ല, രണ്ടാമത്തെ സഭാപർവം ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആദ്യം വരുന്നത്. ഓപ്ഷൻ സി ആദ്യം വരുന്നത് ആകെ രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അടുത്തത് മൂന്നാമത്തെ പർവ്വം അരണ്യക പർവ്വം, അത് ഇതിലില്ല. 4 വിരാടപർവം, അതില്ല. 5 ഉദ്യോഗപർവം. അപ്പോൾ ഓപ്ഷൻ ഡി അടുത്തത്. ഇനി ഭീഷ്മപർവം, അപ്പോൾ ഓപ്ഷൻ ബി അടുത്തത്. 7ാമത്തെ പർവം ദ്രോണപർവം, അത് ഇതിലില്ല. 8ാമത്തെ കർണപർവം ഇല്ല. 9 ശല്യപർവം ഇല്ല. 10 സൗപ്തിക പർവം ഇല്ല. 11 സ്ത്രീപർവം ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ഇ അടുത്തത്. ഇനി അവസാനത്തെ ശാന്തിപർവം എ. അപ്പോൾ സഭാപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, സ്ത്രീപർവം, ശാന്തിപർവം, ഇതാണ് കറക്റ്റായിട്ടുള്ള ഓർഡർ. ഇനി അടുത്ത ചോദ്യം. ശ്രീമദ് ഭാഗവത പുരാണാനുസാരം പുരാണലക്ഷണം ചിനുത. വീണ്ടും വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പുരാണലക്ഷണം? നേരത്തെ പറഞ്ഞു. സർഗശ്ചാധ വിസർഗശ്ച വൃത്തി രക്ഷാന്തരാണി ച വംശോ വംശാനുചരിതം സംസ്ഥാ ഹേതുരപാശ്രയ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ കൃതി, അത് ഇതിൽ പെടില്ല. ഓപ്ഷൻ ബി ഹേതു ഉണ്ട്. സി രക്ഷ ഉണ്ട്. ഡി സംസ്ഥ ഉണ്ട്. ഈ വിഗ്രഹം എന്നുള്ളതില്ല. അപ്പോൾ ഹേതു രക്ഷ സംസ്ഥ എന്നിങ്ങനെ കിട്ടുന്നു. ബി സി ഡി. ഇനി അടുത്ത ചോദ്യം. ഈശ്വരഗീത കസ്മിൻ പുരാണേ വർത്തതേ. ഈശ്വരഗീത ഏത് പുരാണത്തിലാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ കൂർമ്മ പുരാണത്തിൽ എന്ന് ഉത്തരം കിട്ടുന്നു. കൂർമ്മ പുരാണത്തിൽ. അപ്പോൾ കൂർമ്മ പുരാണത്തെ പറ്റിയിട്ട് പറയാം. കൂർമ്മപുരാണസ്യ ചതസ്രഃ സംഹിതാഃ വിദ്യന്ത ഇതി തത്രൈവ കൂർമ്മപുരാണേ ഉല്ലിഖിതമസ്തി. യഥാ ബ്രാഹ്മീ ഭാഗവതി സൗരീ വൈഷ്ണവീ ച പ്രകീർത്തിത. ചതസ്രഃ സംഹിതാ പുണ്യാ ധർമ്മകാമാർത്ഥമോക്ഷദാഃ. ഏതാസു സംഹിതാസു കേവലം ബ്രാഹ്മീ സംഹിത ഏവ. അതായത് ഈ കൂർമ്മപുരാണത്തിന് 4 സംഹിതകളുണ്ടെന്ന് പറയുന്നു. ബ്രാഹ്മി, ഭാഗവതി, സൗരി, വൈഷ്ണവി. ഇതിൽ ബ്രാഹ്മി സംഹിത മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. 6000 ശ്ലോകങ്ങളാണ് ഉള്ളത്. യഥോക്തം ഇയം തു സംഹിത ബ്രാഹ്മി ചതുർവേദൈശ്ച സമ്മത ഭവന്തി ഷഡ്സഹസ്രാണി ശ്ലോകാനാമത്ര സംഖ്യയ എന്ന്. ഭാഗവത മത്സ്യപുരാണയോരാധാരേണ അത്ര. ഇതിൽ ഭാഗവത പുരാണവും മത്സ്യപുരാണവും അനുസരിച്ച് ഇതിൽ കൂർമ്മപുരാണത്തിൽ 18000 ശ്ലോകങ്ങളുണ്ട്. ഭഗവാൻ വിഷ്ണു കൂർമ്മത്തിൻ്റെ രൂപത്തിൽ വന്നിട്ട് ഇന്ദ്രദ്യുമ്നന് ഈ പുരാണം ഉപദേശിച്ചു. അതുകൊണ്ടാണ് ഈ പുരാണത്തിന് കൂർമ്മപുരാണം എന്ന് പേര് കിട്ടിയത്. ശക്തി സഹസ്രനാമാനി പുരാണേസ്മിൻ ലഭ്യന്തെ. അസ്യ പുരാണസ്യ ഭാഗദ്വയം ലഭ്യത്തെ. ഈ പുരാണത്തിൻ്റെ 2 ഭാഗങ്ങൾ കിട്ടുന്നു. ആദ്യത്തെ ഭാഗത്തിൽ 52 അധ്യായങ്ങളും ഉത്തരഭാഗത്തിൽ 2ാമത്തെ ഭാഗത്തിൽ 44 അധ്യായങ്ങളും ഉണ്ട്. ഈശ്വരഗീത, വ്യാസഗീത
च अत्र क्रमशः ध्यानयोगम् ആശ്രമചതുഷ്ടയം ച പ്രതിപാദയതഃ. ഈശ്വരഗീതയും വ്യാസഗീതയും ഇതിലാണുള്ളത്. ഈശ്വരഗീതയിലെ ധ്യാനയോഗവും വ്യാസഗീതയിലെ ചതുഷ്ടയവും പ്രതിപാദിക്കുന്നു. ഋഷി സൂര്യ ഇക്ഷ്വാകു ഗുരു ജയധ്വജ ക്രൗഷ്ടവാദീനാം വംശാനാം. ഋഷി സൂര്യ ഇക്ഷ്വാകു പുരു ജയധ്വജ തുടങ്ങിയിട്ടുള്ള വംശങ്ങളുടെ വർണ്ണന ഇവിടെയുണ്ട്. കൃഷ്ണമാർക്കണ്ഡേയ സംവാദേ ലിംഗമാഹാത്മ്യം, വ്യാസാർജുന സംവാദേ യുഗവിചാരഃ, ഭുവനകോശഃ പ്രതിപാദ്യത്തെ. ഉത്തരാർദ്ധേ ഈശ്വരഗീതാ അധ്യയനപ്രകാരഃ. ഉത്തരാർദ്ധത്തിൽ ഈശ്വരഗീത അധ്യയനപ്രകാരവും സ്നാതകധർമ്മവും പ്രായശ്ചിത്തവും മഹാലയാശ്രാദ്ധം നർമ്മദാ മാഹാത്മ്യം ഇതൊക്കെ ഈ കൂർമ്മപുരാണത്തിൽ പറയുന്നു എന്ന്. ഇനി അടുത്ത ചോദ്യം നോക്കാം. മത്സ്യപുരാണാനുസാരേണ ബ്രഹ്മണാ പ്രോക്തം ബ്രഹ്മപുരാണം കമുദ്ദിശ്യ കൽപ്പിതം. മത്സ്യപുരാണമനുസരിച്ച് ബ്രഹ്മാവിനാൽ പറയപ്പെട്ട ബ്രഹ്മപുരാണം ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടായത്? അപ്പോൾ അത് മഹർഷി മരീചിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ബ്രഹ്മാവ് ബ്രഹ്മപുരാണത്തെ കൽപ്പിച്ചത് എന്ന് പറയുന്നു. ഓപ്ഷൻ 4 മഹർഷി മരീചിം. ഇനി അടുത്ത ചോദ്യം. ശ്രീമദ് ഭാഗവതസ്യ കസ്മിൻ സ്കന്ധേ ഊത്യാഖ്യസ്യ പുരാണലക്ഷണസ്യ സമന്വയഃ ക്രിയത്തെ. ഊതി എന്ന് പറയുന്ന പുരാണലക്ഷണം ഭാഗവതത്തിൻ്റെ ഏത് സ്കന്ധത്തിലാണ് ഉള്ളത് ചോദിച്ചാൽ, സമന്വയിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം സപ്തമേ 7-ാമത്തേന്നാണ്. ഇനി അടുത്ത ചോദ്യം വൃത്തത്തിൽ നിന്നാണ്. അത് PSC ക്വസ്റ്റ്യനാണ്. സർവലഘു കഹ. നമുക്കറിയാം സർവം എല്ലാം ലഘുവായിട്ട് വന്നാൽ എന്താണ്? അത് നഗണമാണ്. വൃത്തത്തിൻ്റെ ക്ലാസ്സിൽ 2-ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ചോദ്യം ആദി ഗുരുഹു കഹ. ആദ്യം ഗുരു എന്നാൽ എന്താണ്? ഭഗണഃ. അടുത്തത് ആദി ലഘുഹു കഹ. ആദ്യം ലഘു എന്നാൽ യഗണഃ. ഓപ്ഷൻ ഡി യഗണഃ. ഇനി അടുത്ത ചോദ്യം. രാമായണേ കതി കാണ്ഡാഃ സന്തി. രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ബാലകാണ്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം എന്നിങ്ങനെ 7 കാണ്ഡങ്ങളാണ് രാമായണത്തിലുള്ളത്. അത് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്കാലത്ത് ഒരു ശ്ലോകം ചൊല്ലാറുണ്ട്, അറിയുണ്ടാവും. ബാലകനയോധ്യയിൽ ആരണ്യം തന്നിൽ പൂണ്ടു കിഷ്കിന്ധാദേവനോടു സുന്ദരൻ യുദ്ധം ചെയ്തു. ഈ ശ്ലോകം ഓർത്തു വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കാണ്ഡങ്ങൾ ഓർമ്മയിൽ വയ്ക്കാൻ പറ്റും. ബാലകൻ അയോധ്യയിൽ ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യം തന്നിൽ പൂണ്ടു ആരണ്യകാന്ഡം, കിഷ്കിന്ധാദേവനോടു കിഷ്കിന്ധാകാന്ഡം, സുന്ദരൻ യുദ്ധം ചെയ്തു സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, പിന്നെ ഒരെണ്ണം കൂടി ഉത്തരകാന്ഡം. ഇങ്ങനെ 7 കാണ്ഡങ്ങൾ. ഇനി അടുത്ത ചോദ്യം. വാഗർത്ഥാവിവ അത്ര സന്ധി വിധായകം സൂത്രം കിം. ഏച്ചോ അയവായാവഹ എന്നുള്ള സന്ധി പഠിച്ചുല്ലോ. അപ്പോൾ അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. വാഗർത്ഥൗ പ്ലസ് ഇവ എന്നിരിക്കുമ്പോൾ വാഗർത്ഥൗ ഇവിടെ ഔ ആണ്, അതായത് ഏച്ചാണ്. ഏച്ചിൽ നിന്ന് പരമായിട്ട് ഇവ എന്നുള്ളിടത്ത് അച്ചിരിക്കുന്നുണ്ട്, ഈ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏച്ചോ അയവായാവഹ എന്നുള്ള സൂത്രം കൊണ്ട് ഔകാരത്തിൻ്റെ സ്ഥാനത്ത് ആവ് ആദേശം വന്നിട്ട് വാഗർത്ഥാവിവ എന്ന് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന സൂത്രം ഏജോ അയവായാവഹ. ഇനി അടുത്ത ചോദ്യം. യദി ഹാസ്തി തദന്യത്ര എന്നേ ഹാസ്തി ന തത്ക്വചിത് കേന സംബന്ധീയ മുക്തി. ഇത് പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഇവിടെയുള്ളത് എല്ലായിടത്തും ഉണ്ടാവും, എന്നിവിടെയുള്ള ഇല്ലാത്തതിനെ എവിടെയും കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്
മഹാഭാരതത്തിനെ സംബന്ധിച്ച് പറയുന്ന വാക്യമാണ്. അതാണ് ഉത്തരം. ഇനി അടുത്തത് കതി പുരാണാനി സന്തി, എത്ര പുരാണങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 18 പുരാണങ്ങൾ. ഇങ്ങനെ ഇത്രയും ചോദ്യങ്ങളാണ് ഇപ്പോൾ നോക്കുന്നത്. നമസ്കാരം.